അപ്പോൾ ഇതാണ് എൻ്റെ ഹോം സ്ക്രീൻ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ പേഷ്യൻസ് പിന്നെ കസ്റ്റമർ. അപ്പോൾ ഇത് ക്രിയേറ്റ് ആണുള്ള ഓപ്ഷൻ. ഇവിടെ കസ്റ്റമർ നെയിം പുതിയതാണെങ്കിൽ എൻ്റർ ചെയ്യാം. എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെങ്കിൽ ജസ്റ്റ് അവരുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്താൽ അത് സെർച്ചിൽ വരും. അപ്പോൾ അത് പോപ്പുലേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട്. ഇനിയിപ്പോൾ സെർച്ച് കൊടുത്താൽ ഈ കസ്റ്റമർ അണ്ടറിൽ ഏതെങ്കിലും പേഷ്യൻസ് ഉണ്ട് അവിടെ കാണിക്കും. അല്ല നമുക്ക് ആഡ് ചെയ്യാം പേഷ്യൻ നെയിം. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. ബർത്ത് ഡേറ്റ് എല്ലാം എൻ്റർ ചെയ്യാം. മെഡിക്കൽ ഹിസ്റ്ററിൻ്റെ എൻ്റർ ചെയ്യാം. അപ്പോൾ അത് പേഷ്യൻ്റ് ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് എന്താ ഇത് ഓപ്ഷനാണ്. ഇതിനകത്ത് റെക്കോർഡ് ഉണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമുക്ക് ഇവിടെ അപ്പോയിൻമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോയിൻമെന്റ് ഡേറ്റ് കറണ്ട് ഡേറ്റ് ഓട്ടോമാറ്റിക് വരും. അല്ലെങ്കിൽ വേറെ നെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് കലണ്ടറിന് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഓപ്ഷനിലായിട്ട് വെറ്റിനറിന്ന് സെലക്ട് ചെയ്യാം. ആദ്യം നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്തില്ല. ഡോക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ഡീറ്റെയിൽസ് കൊടുക്കും. പിന്നെ ഇവിടെ വന്ന് നമ്മൾ പേഷ്യൻസ് എടുത്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്താൽ അത് വരും. ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മളൊരു പെറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ അപ്പോയിൻമെന്റ് എടുക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് പിന്നെ അവിടെ അസൈൻ വെറ്റിനറി നമ്മൾ ഓൾറെഡി ഒരു ഡോക്ടറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തു. ഓക്കെ, റീസൺ കൊടുക്കുക. ഓക്കെ, അപ്പോയിൻമെന്റ് റീസൺ. നമുക്ക് അപ്പോയിൻമെന്റ് ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അപ്പോയിൻമെന്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ടുഡേ ആണെങ്കിൽ ഇന്നത്തെ അപ്പോയിൻമെന്റ് കാണിക്കും. മന്ത് ആണെങ്കിൽ ഈ മന്ത് ഫുള്ള് അപ്പോയിൻമെന്റ് കാണിക്കും. നമുക്ക് വേറെ അപ്പോയിൻമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ പോകണം. നമ്മൾ മൊബൈൽ നമ്പർ ആദ്യം കസ്റ്റമർ മൊബൈൽ നമ്പർ സെർച്ച് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ പെറ്റ് വരും. പെറ്റിന്റെ ഇത് ഷെഡ്യൂൾ ചെയ്യാം. നമുക്കൊരു വാക്സിനേഷൻ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഈ മാസം 31 ആയിരിക്കാം. നമുക്കിവിടെ അസൈൻ ചെയ്യണമെങ്കിൽ വാക്സിനേഷൻ ഉണ്ട്. ഇത് നമ്മൾ ഒരു കലണ്ടറിൽ എൻ്റർ ആയി. ടുഡേ ആണെങ്കിൽ ഇന്നത്തെ മാത്രമേ കാണൂ. മന്ത് ആണെങ്കിൽ ഈ മന്തിലുള്ള എല്ലാ ഷെഡ്യൂളും കാണിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തത് ഇതിപ്പോൾ അസൈൻ ചെയ്തത് ഈ ഡോക്ടർക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ റെക്കോർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. മെഡിക്കേഷനൊക്കെ ഇത് ഇവിടെ റെക്കോർഡ് ക്രിയേറ്റ് ആയി. ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, മെഡിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹോമിൽ പോയിട്ട് ഇവിടെ അപ്പോയിൻമെന്റ് നോക്കി അവിടെ കാണാം. ടുഡേ എന്താണ് ഇത് ഇതല്ലേ എന്താ പറയുക, ഇതിനെ ബേസ് ചെയ്തുള്ള റെക്കോർഡാണ് ഇവിടെ നമുക്ക് കാണിക്കും. ഇവിടെ കാണിക്കും. അഡീഷണൽ വീണ്ടും റെക്കോർഡ് ഉണ്ടാക്കണം, നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇത് മൊത്തം കാണണമെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഇപ്പോൾ ഇവിടെ കാണാം. കറണ്ട് ടുഡേ അല്ലെങ്കിൽ മന്ത് ഓപ്പൺ ആയിട്ടുള്ള ക്യാൻസൽ ആയിട്ട്. ഇപ്പോൾ നമുക്ക് അപ്പോയിൻമെന്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോയിൻമെന്റ്സ് പോയിട്ട് ഇവിടെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയാലും ജസ്റ്റ് ക്ലോസ് കൊടുത്താൽ മതി. ഇല്ല ക്യാൻസൽ ബട്ടോ എന്താ വേണ്ട വെച്ചാൽ കൊടുത്താൽ. അപ്പൊ ഇനി ഇത് നെക്സ്റ്റ് ഇത് മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ആയി. ഇനി അടുത്ത ബില്ലിംഗ് സ്റ്റേജ് ആണ്. ഇപ്പൊ ഇൻവോയ്സിംഗ് പാർട്ടാണ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട. കസ്റ്റമർ ഡീറ്റെയിൽസ് ഓൾറെഡി അവിടുന്ന് ഈ റെക്കോർഡ് നിന്നാണ് നമ്മൾ വന്നത്. നമ്മൾ വന്നത് ഇവിടെ നിന്നാണ്. ഈ കസ്റ്റമർ അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേരൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് നമുക്ക് ഇവിടെ ആഡ് റോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇൻവെന്ററി ഉണ്ടാക്കിയിട്ടായിരുന്നത്.
ഒരു ഇൻവെന്ററി ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നു. ഇത് പേയ്മെന്റ് മെത്തഡിന് സെലക്ട് ചെയ്യുക, ക്യാഷ് ഓർ ബാങ്ക്. അപ്പോൾ ഇത് ഇൻവോയ്സ് റൈസ് ചെയ്യും. ഹോമിലേക്ക് പോയാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഹോമിലേക്ക് പോകും. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഇൻവോയ്സ് ഉണ്ടാക്കി. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ പോയത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണും. ഇൻവോയ്സ് ഉണ്ടാക്കിയിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ കാണും. നമുക്കിത് കംപ്ലീറ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ ജസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ പോയിട്ട് കംപ്ലീറ്റ് കാണാം. ഇൻവെന്ററി സാധാരണ പോലെ ഇൻവെന്ററി ഇവിടെ ഉണ്ടാക്കാം. നോർമൽ അക്കൗണ്ടിങ് അല്ല, ഇൻവെന്ററി പിന്നെ ബില്ലിങ്, ഫുൾ ഫ്ലെഡ്ജഡ് അക്കൗണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പോയിന്റ് ഓഫ് സെയിൽ ആണെങ്കിൽ ഇവിടെ വന്നു, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വന്നു. ഇതാണ് വൗച്ചർ. ഇവിടെ നമുക്ക് വേണം PDF ആയിട്ട് പ്രിന്റ് ചെയ്യാം. നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ജസ്റ്റ് അപ്പോയിൻമെന്റ് പോയിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്തു. സ്റ്റാറ്റസ് ക്ലോസ് കൊടുത്താൽ ക്ലോസ് ആവും. ഇത് ഓപ്പൺ ആണ്. നമുക്ക് ടുഡേ കൊടുത്താൽ അങ്ങനെ വരും. ഇത് ക്ലോസ് ആയി. അതിന് മുമ്പ് നമുക്ക് റെക്കോർഡ്സ് ആണെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം. അയാളെ കസ്റ്റമർ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. ഇവിടെ ഹിസ്റ്ററി ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഹിസ്റ്ററി കാണിക്കും. ഇതാണ് ഓരോ പേഷ്യൻ്റെ ഹിസ്റ്ററി കാണിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കംപ്ലീറ്റ് കാണിക്കും. 2 അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ആ പർട്ടിക്കുലർ പേഷ്യൻ്റെ ഇത് മാത്രം കാണിക്കും. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അപ്പോയിൻമെൻറ്റിലേക്ക് പോകും. ഇവിടെ ഓൾറെഡി ഒരു വാക്സിനേഷൻ ഓപ്പൺ ആയി നിൽക്കുന്നുണ്ട്. അപ്പോയിൻമെൻറ്റ്, നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പോയിൻമെൻറ്റിൽ ഇവിടെ വരും. ഇത് കറണ്ട് ഡേറ്റ് ഇല്ല, അല്ലെങ്കിൽ മന്ത് കൊടുത്താൽ ഫുൾ ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. ഇത് ടുഡേ ആണെങ്കിൽ ഇന്നത്തെ മാത്രം കാണിക്കും. മന്ത് ആണെങ്കിൽ മന്തിൽ ഓപ്പൺ ആയിട്ടുള്ള എല്ലാം കാണിക്കും. പിന്നെ മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബില്ലിങ്ങിലേക്ക് പോകും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ബില്ലിങ്ങിലേക്ക്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ബില്ലിങ്ങിൻ്റെ ഇത് കിട്ടും. എത്ര വൗച്ചർ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കും.